ഹേ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ക്ലിപ്പിലുള്ള നിങ്ങളുടെ ഒരു കളർ കറക്ഷൻ വന്ന് നിങ്ങളുടെ അടുത്തൊരു ക്ലിപ്പിലേക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന മൂവീസിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോസിലുള്ള കളർ ഗ്രേഡിങ്ങോ നിങ്ങളുടെ വീഡിയോസിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് കുറേയധികം പ്രൊസീജിയേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് വൺ ക്ലിക്കിലാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ക്യാപ് കട്ടിന്റെ ലേറ്റസ്റ്റ് വേർഷനിലാണ്, ക്യാപ് കട്ട് പ്രോയിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ലിങ്ക് വന്ന് ഞാൻ എന്റെ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു VPN കൂടെ കണക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക, കണക്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ വന്ന് ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു VPN കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഏത് വേർഷൻ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇപ്പോൾ സെറ്റിംഗ്സിൽ വന്നിട്ട് വേർഷനിലേക്ക് പോകുന്ന സമയത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 10.6.0 എന്നുള്ള വേർഷനാണ്. ഇതിൽ ക്യാപ് കട്ട് പ്രോ, ആ ഒരു ക്യാപ് കട്ട് പ്രോ എന്ന് പറഞ്ഞ വേർഷനാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് കഴിഞ്ഞതായിട്ട് ഞാൻ ചെയ്ത ഒരു ഷെയ്ക്കിന്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഇപ്പം ഈ ഒരു ക്ലിപ്പിലുള്ള കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇതിപ്പോ നമുക്ക് ജസ്റ്റ് വൺ ക്ലിക്കിൽ വേറൊരു കളർ ഗ്രേഡിംഗ് ആക്കി മാറ്റാൻ പറ്റും. സോ അതെങ്ങനെയാ നമുക്ക് നോക്കാം. സോ അതിനുവേണ്ടി നിങ്ങൾ താഴെ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിപ്പോ ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. VPN അതേപോലെ നെറ്റിന്റെ സ്പീഡൊക്കെ അനുസരിച്ചിരിക്കും ഇതിന്റെ ലോഡിംഗ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി കുറെ അധികം ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കളർ മാച്ച് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സോഴ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ രണ്ട് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക, സെലക്ടഡ് ഫ്രം വീഡിയോ, അതായത് നിങ്ങൾ ആഡ് ചെയ്ത വീഡിയോയിലുള്ള കളർ ഗ്രേഡിംഗ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസോ വീഡിയോസോ നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒന്ന് ലൈറ്റ് റൂമിൽ കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കൊടുത്ത ശേഷം നിങ്ങൾക്ക് അതിന്റെ ഇന്റൻസിറ്റി കൊടുക്കാൻ സാധിക്കും. ഇത് കുറയ്ക്കോ കൂട്ടിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ 100 ആക്കി കൊടുത്ത ശേഷം ടിക്ക് ഓപ്ഷൻ കൊടുക്കുക, ദെൻ ടിക്ക് കൊടുക്കുക. സോ ഞാനിപ്പം ലൈറ്റ് റൂമിൽ കളർ ഗ്രേഡ് ചെയ്ത ആ ഒരു ക്ലിപ്പിന്റെ കളർ ഗ്രേഡ് വന്നിട്ട് ഈ ഒരു ആഡ് ചെയ്ത ക്ലിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് വൺ ക്ലിക്കിലാണ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കൂടെ നിങ്ങൾ നോക്കണം. ജസ്റ്റ് വൺ ക്ലിക്കിൽ ഇതുപോലെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഇവിടെ വന്ന ശേഷം നിങ്ങളെ ഗാലറിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുക. സോ ഞാനിപ്പോൾ ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്ത വേറെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇതിലുള്ള ഒരു കളർ ഗ്രേഡിംഗ് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇത് കൊടുക്കുമ്പോൾ ആ ഒരു കളർ ഗ്രേഡിംഗ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരും. സോ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് നമുക്ക് പല വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഇത് നമുക്ക് ഇപ്പൊ ക്യാപ് കട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മൂവീസിലോ ഏതെങ്കിലും സീരീസിലോ നല്ല കളർ ഗ്രേഡിംഗ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കളർ ഗ്രേഡിംഗ് നിങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.